നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. നമ്മൾ ഈ കസ്റ്റഡി മർദ്ദനത്തിന്റെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതിനൊന്നും പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കാൻ ഒരു സംവിധാനം ഇല്ലേ? അങ്ങനെ പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കാൻ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ പേരാണ് കംപ്ലൈന്റ് അതോറിറ്റി, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി, PCA എന്ന് പറയും. പോലീസ് മർദ്ദനത്തിന്റെ പരാതികൾ പെരുകുമ്പോൾ അത് അന്വേഷിക്കേണ്ട ക്വാസി ജുഡീഷ്യൽ ഫോറമായ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരില്ല. എങ്ങനെയുണ്ട്? പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നോൺ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വേണമെന്ന ഹൈക്കോടതി ഉത്തരവ് അട്ടിമറിക്കുകയാണ് സർക്കാർ. 2 മാസത്തിനകം ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് ഉത്തരവിട്ടത് 2022 ജൂണിലാണ്. ഇന്നുവരെ നടപ്പായിട്ടില്ല. പൊതുപ്രവർത്തകനായ ജാഫർ ഖാന്റെ പൊതുതാൽപര്യ ഹർജിയെ തുടർന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. എന്തായാലും അതിലൊരു പ്രതികരണമുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. കേരള പോലീസിൽ വർക്ക് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള CBIയിലോ NIAയിലോ ആരെങ്കിലും മറ്റേ ക്രിമിനോളജിയോ ഒക്കെ പാസ്സായ ആൾക്കാരുണ്ടെങ്കിലാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും, കാരണം പോലീസുകാർ ചെയ്യുന്ന കുറ്റം അന്വേഷിക്കാനാണ് പറ്റുള്ളൂ എന്നറിയണം. അങ്ങനെ ഞാൻ കോടതിയെ സമീപിച്ചു. 1 വർഷം കേസ് നടത്തിയതിന് ശേഷമാണ് എനിക്ക് 2022 ജൂണിൽ ഇവിടെ ഇൻഡിപെൻഡന്റ് CIOനെ നിയമിക്കണമെന്നും പറഞ്ഞ് ഓർഡർ വരുന്നത്. നിരവധി തവണ ഞാൻ ഹോം സെക്രട്ടറി ആയിട്ടും പല രീതിയിലും ഞാൻ ബന്ധപ്പെട്ടെങ്കിലും ഇന്ന് വരെ അത് സ്ഥാപിച്ചിട്ടുള്ള ഇപ്പോഴുള്ള അന്വേഷണത്തിൽ അന്വേഷണ ഏജൻസിയേ ഇല്ല. ഈ ഒരു സംവിധാനം വേണ്ട ഹൈക്കോർട്ട് ഓർഡറുള്ളതാണ് നടപ്പാക്കാൻ ഗവൺമെന്റിന് ചുമതലയുണ്ടല്ലോ. പക്ഷെ ഇത് ആരെ ഭയപ്പെട്ടിട്ടാണ് ഇത് നടപ്പാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അത് ശരിക്കും പോലീസ് മുതലെടുക്കേണ്ടത്. നമ്മളിപ്പോൾ പുറത്തു വരുന്നത് നിങ്ങൾ ചാനലുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഏതെങ്കിലും 1-2 കേസ് പുറത്തു കൊണ്ടുവരും. ഇത് 250 കേസ് ഉണ്ടാകുമ്പോഴാണ് ഈ 2 കേസ് പുറത്തു വരുന്നത്. പുറത്തു വരാത്ത നിരവധി കേസുകളുണ്ട്. ക്രിമിനൽസ് ആയ പോലീസുകാരുണ്ട് കേരള പോലീസിൽ. ഞാൻ അന്വേഷിച്ചാണ് അതിനെപ്പറ്റി. ക്രിമിനലുകളായ പോലീസുകളുണ്ട്, ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഷാജഹാനെ പോലുള്ള കക്ഷികളല്ലേ KSU പിള്ളേരെ മുഖത്ത് തുണിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന പരിപാടി നടത്തുന്ന ഉദ്യോഗസ്ഥർ, സുജിത്തിനെ പിടിച്ച് ഇടിച്ച് കൂമ്പിനിട്ടിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള സ്ഥലമാണ്. അവർ ക്രിമിനലുകൾ തന്നെയാണ്. ഇപ്പോഴും മധുബാബുവിനെ പോലുള്ള CIമാർ DYSP ആയിട്ട് തുടരുന്നുണ്ട്. പ്രൊമോഷൻ കൂടെ കിട്ടി എന്നുള്ളതാണ്. DYFI പ്രവർത്തകനെ മർദ്ദിച്ച കേസാണെന്നേ. അന്വേഷണ ഉദ്യോഗസ്ഥനെ വേണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. അത് നമ്മൾ കുറച്ചിരിക്കുന്ന പ്രൊപ്പോസല് ഈ പോലീസിൽ നിന്നല്ലാത്ത ഒരാളെ വേണം എന്നുള്ള ഇതിലാണ് നമ്മൾ പ്രൊപ്പോസൽ കൊടുത്തിരുന്നത്. പക്ഷെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മളെല്ലാം സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഈ റെമ്യൂണറേഷന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് അല്ല അത് വഹിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു നോൺ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥനായി വേണമെന്നുള്ള നിർദ്ദേശം 2022 മുതൽ ഇവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റുന്നത്. അവരൊക്കെ കുറച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്ന കഴിയുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ അതോറിറ്റിയെ നമ്മൾ പറയില്ലേ, വന്ധ്യംകരിക്കുക എന്നൊക്കെ പറയും. അതേപോലെയാണ് ഇപ്പോൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ അവസ്ഥ. വിവരങ്ങളുമായി ലിബി സജീന്ദ്രനുണ്ട്. ലിബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. ലിബി സജീന്ദ്രൻ, നമുക്കൊരു പക്ഷേ കടുത്ത ഭാഷ തന്നെ പ്രയോഗിക്കേണ്ടി വരും. ഇപ്പോൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നോൺ പോലീസ് ഓഫീസർ തന്നെ വേണം. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് 2022 നിർദ്ദേശിച്ചതാണ്. പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കാൻ ചെല്ലുന്ന സ്ഥലമാണ്. അവിടെ ഒരു നോൺ പോലീസ് ഓഫീസർ ഇല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നടക്കില്ല. അതാണല്ലോ സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് പോലും. അതുപോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ വന്ധ്യംകരിച്ചു ഈ സർക്കാർ എന്ന് നമുക്ക് പറയാം, അല്ലേ ലിബി സജീന്ദ്രൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സാധാരണക്കാരനെ ഏറ്റവും ആശ്രയിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി. കാരണം പോലീസ് മർദ്ദനങ്ങൾ പെരുകി വരുന്നു, പരാതികൾ പെരുകി വരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ചെന്ന് നേരിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനം അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ശേഷിയുള്ള ക്വാസി ജുഡീഷ്യൽ ഫോറം തന്നെയാണ് ഈ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി. ഡോക്ടർ അരുൺകുമാർ, 2006 ഇത്തരത്തിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് പോലീസ് മർദ്ദനം, സാധാരണക്കാരന് കോടതിയിൽ വ്യവഹാരവുമായി കയറി ഇറങ്ങാൻ സാധിക്കാത്ത സാധാരണക്കാരന് വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശാനുസരണം വന്നതാണ്, സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഇത്തരത്തിലുള്ള പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് SP റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയായിരിക്കും പലപ്പോഴും പരാതികൾ വരിക. അപ്പോൾ അതിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്താൻ പോലീസ് സേനയിൽ പ്രവർത്തിച്ചവർ പോരാ. അതിനായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മറ്റു സേനകളിൽ NIA അതുപോലുള്ള ദേശീയ അന്വേഷണ ഏജൻസി അടക്കമുള്ള മറ്റ് കേരളത്തിന് പുറത്ത് പ്രവർത്തിച്ച അന്വേഷണ
ഏജൻസികളിലെ ഒരു ഓഫീസർ ഇവിടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായി വേണം എന്നുള്ള കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. 2014 മുതൽ 2017 വരെ അത്തരം ഒരു നോൺ പോലീസ് ഓഫീസർ ഈ കേരള പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ ഉണ്ടായിരുന്നതാനും. എന്നാൽ അതിനുശേഷം ഉണ്ടായില്ല. അതേ തുടർന്നാണ് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ വരുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഹൈക്കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിൽ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ ഇത്തരത്തിലൊരു നോൺ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വേണം എന്നുള്ള ഉത്തരവിട്ടത് 2022 ജൂണിൽ. വർഷം 3 പിന്നിട്ടിട്ടും അത് നടപ്പിലായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇപ്പോൾ നമ്മൾ പ്രതികരണം കേട്ടതാണ്. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ചെയർമാൻ തന്നെ ഇത്തരത്തിലൊരു നോൺ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വേണം എന്നുള്ള കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും നടപ്പിലായിട്ടില്ല. ഈ സമയത്ത് തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയെ വന്ധ്യംകരിക്കുക തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത് സർക്കാർ. 100%. ലേബി, താങ്ക് യു ലേബി. ലേബിയാണ് ഈ വിവരം അന്വേഷിച്ച് കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ നമ്മൾ പറയില്ലേ, യഥാർത്ഥത്തിൽ അങ്ങനെ അതോറിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുക? നമ്മൾ ഇപ്പോൾ ജസ്റ്റിസ് വി കെ മോഹനെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഒരു വെള്ളാനയായിട്ട് മാറുന്നുണ്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന വിമർശനം. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇതേപോലെ അഴിഞ്ഞാടുമ്പോൾ ഒരു നടപടി എടുക്കാതിരിക്കാൻ കഴിയുമോ? ഒരു പരാതി കൊടുക്കേണ്ട സ്ഥലം, ആ സ്ഥലത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? സർക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനി എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഇന്നെന്തായാലും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഇന്നലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി LDF യോഗത്തിൽ 40 മിനിറ്റ് എടുത്താണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളതാണ് നരേഷ്. അതിന്ന് പ്രതിപക്ഷം അംഗീകരിക്കുമോ എന്നുള്ളതാണ്. ഇതിൽ പലതും സംഭവിച്ചിരിക്കുന്നത് ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ്. ചിലത് സംഭവിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് വാസ്തവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കേസുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളായിട്ട് പുറത്തു വന്നത്. അതിപ്പോൾ വരാനുള്ള കാരണം എന്താ? അന്ന് ചോദിച്ചിട്ട് തന്നില്ല. ഇന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കൊടുത്തിട്ടും അത് കൊടുക്കാതിരിക്കാനുള്ള പണി 18 നോക്കി. അതൊക്കെയാണ് ഈ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടിന്ന് നിയമസഭയിൽ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയുന്നത് അറിയാൻ നമ്മളും കാത്തിരിക്കുകയാണ്. തത്സമയം റിപ്പോർട്ടിൽ കാണാം നിയമസഭാ നടപടികളെല്ലാം തന്നെ. അപ്പോൾ ഒരു പ്രേക്ഷകൻ മെസ്സേജ് എഴുതിയിട്ടുണ്ട്. വന്ന് ഈ ചാനൽ വാർത്തകളൊക്കെ ചാനൽ പോലെ ആയല്ലോ എന്ന് പറയുന്നുണ്ട്. വരുന്ന വാർത്തയല്ലേ കൊടുക്കാൻ പറ്റൂ.